എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് പേജ് നമ്പർ 130 അല്ലെങ്കിൽ 130 എല്ലാവരും ആ ടെക്സ്റ്റ് ബുക്കിൽ ആ പേജ് എടുത്ത് വെക്കുക. ഓക്കെ, ഇനി നമ്മൾ ലെസണിലേക്ക് പോവുകയാണ്. ലൈക്ക് ബ്രസ്റ്റ് മിൽക്ക്, വാക്സിൻസ് ആർ ഓൾസോ എ ബേബീസ് ബർത്ത് റൈറ്റ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കുഞ്ഞിൻ്റെ ജന്മ അവകാശമാണ് വാക്സിനുകൾ. ഏതുപോലെ? മുലപ്പാൽ പോലെ തന്നെ അതായത് മുലപ്പാൽ പോലെ തന്നെ ഒരു കുഞ്ഞിൻ്റെ ജന്മ അവകാശമാണ് വാക്സിനുകൾ. അടുത്ത സെൻറ്റൻസ്, വാക്സിനേഷൻ ഓർ ഇമ്മ്യൂണൈസേഷൻ ഈസ് ദ ബെസ്റ്റ് വേ ടു അക്വയർ ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റി. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്രിമ പ്രതിരോധശേഷി ആർജിക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് വാക്സിനേഷൻ അഥവാ പ്രതിരോധവൽക്കരണം. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒന്നോട് പറഞ്ഞു തരാം. വാക്സിനേഷൻ ഓർ ഇമ്മ്യൂണൈസേഷൻ എന്ന് വെച്ചാൽ വാക്സിനേഷനോ അല്ലെങ്കിൽ പ്രതിരോധവൽക്കരണം, അല്ലെങ്കിൽ വാക്സിൻ നൽകുന്നതോ അല്ലെങ്കിൽ വാക്സിനേഷൻ അല്ലെങ്കിൽ വാക്സിൻ നൽകുന്ന പ്രവർത്തനം, അല്ലെങ്കിൽ ഇമ്മ്യൂണൈസേഷൻ പ്രതിരോധവൽക്കരണം ഈസ് ദ ബെസ്റ്റ് വേ ആകുന്നു ഏറ്റവും നല്ല മാർഗം ടു അക്വയർ, അതായത് ആർജിച്ചെടുക്കുവാൻ. ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കൃത്രിമ രോഗപ്രതിരോധ ശേഷി ആർജിച്ചെടുക്കുവാൻ. അപ്പോൾ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് വാക്സിനേഷൻ അല്ലെങ്കിൽ ഇമ്മ്യൂണൈസേഷൻ ആണ്. ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ പേരൻസ് ടു പ്രൊട്ടക്ട് ദെയർ ചിൽഡ്രൻസ് റൈറ്റ് ബൈ അഡ്മിനിസ്ട്രിങ് വാക്സിൻ അറ്റ് ദ റൈറ്റ് ടൈം. ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ പേരൻറ്റ്, ഇത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാകുന്നു. ഇതാകുന്നു റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം ഓഫ് ദ പേരൻറ്റ്, മാതാപിതാക്കളുടെ, ടു പ്രൊട്ടക്റ്റ് ദെയർ ചിൽഡ്രൻ, അവരുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കണം. എങ്ങനെയാണ്? റൈറ്റ് ബൈ അഡ്മിനിസ്ട്രിങ് വാക്സിൻ അറ്റ് റൈറ്റ് ടൈം, അവർക്ക് ശരിയായ സമയത്ത് ശരിയായ രീതിയിലുള്ള വാക്സിൻ നൽകി കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്തമാണ്? മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. ഇറ്റ് ഈസ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ പേരൻസ്, ഇത് രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. എന്ത്? ടു പ്രൊട്ടക്ട് ദെയർ ചിൽഡ്രൻസ് റൈറ്റ്, കുട്ടികളുടെ അവകാശമായിട്ടുള്ള വാക്സിനേഷൻ ബൈ അഡ്മിനിസ്ട്രിങ് വാക്സിനുകൾ നൽകിക്കൊണ്ട് അവരുടെ അവകാശങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് റൈറ്റ് ടൈം, യഥാർത്ഥമായ ടൈം. ഓക്കെ, അടുത്തായിട്ട് തന്നിരിക്കുന്നത് എന്താണ്? യു ക്യാൻ അപ്രോച്ച് ദ നിയറസ്റ്റ് ഗവൺമെൻറ് ഹെൽത്ത് സെൻറ്റർ ഫോർ വാക്സിനേഷൻ. നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള ഗവൺമെൻറ് ഹെൽത്ത് സെൻറ്ററുകളെ നമുക്ക് സമീപിക്കാം. എന്തിനാണ്? ഓൾ വാക്സിൻസ് ആർ ഗീവൺ ഫോർ ഫ്രീ ഫോർ ബേബീസ് ആൻഡ് പ്രഗ്നൻറ്റ് വുമൺ. ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അങ്ങനെ അവിടെ ചെന്ന് കഴിയുമ്പോൾ എല്ലാ വാക്സിനുകളും എന്ത് ചെയ്യുന്നു? ഫ്രീ ആയിട്ട്. ആർക്കൊക്കെ? കുഞ്ഞുങ്ങൾക്കും ഗർഭവതിയായിരിക്കുന്ന സ്ത്രീക്കും വേണ്ടുന്ന എല്ലാ വാക്സിനുകളും ഫ്രീ ആയിട്ട് അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. ഇനി അടുത്ത ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലെഫ്റ്റ് സൈഡിൽ, വാട്ട് ആർ ദ ബെനഫിറ്റ്സ് ഓഫ് എ മദർ ഹൂ ബ്രസ്റ്റ് ഫീഡ്? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് ഒരു അമ്മയ്ക്ക് ഉണ്ടാകുന്ന പ്രയോജനങ്ങൾ? എന്തുകൊണ്ട്? മുലയൂട്ടുന്നത് കൊണ്ട് ഒരമ്മയ്ക്ക് ഉണ്ടാകുന്ന പ്രയോജനങ്ങൾ എന്തെല്ലാമാണ്? ഓക്കെ, നമുക്ക് ഒരു എളിയ രീതിയിൽ പറയാം. ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിൽ ഇത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞു പോവുകയാണ്. ബ്രസ്റ്റ് ഫീഡിങ് ക്യാൻ റെഡ്യൂസ് മദേഴ്സ് റിസ്ക് ഓഫ്, അതായത് ഈ മുലയൂട്ടുന്നത് കൊണ്ട് അമ്മയ്ക്ക് താഴെ പറയുന്ന അപകടങ്ങൾ ഒഴിവാക്കാം. ഒന്നാമതായിട്ട് ബ്രസ്റ്റ് ക്യാൻസർ, അതായത് മുലയിൽ വരുന്ന ക്യാൻസർ എന്ന അർബുദം എന്ന രോഗത്തെ. ഓവറിയൻ ക്യാൻസർ, അതായത് ഓവറിയിലുണ്ടാകുന്ന ക്യാൻസറിനെ ഒഴിവാക്കാം. ഹാർട്ട് ഡിസീസ്, ഹൃദയത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങളെ ഒഴിവാക്കാം. ഓസ്റ്റിയോപൊറോസിസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. പ്രീവിയസ് വീഡിയോസിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ പാഠഭാഗം നിങ്ങളൊന്ന് കാണുക. ഓക്കെ, വെയ്റ്റ് ലൂസ്, ഭാരം കുറയുന്നത്. സ്ട്രെങ്തനിങ് ദ ബൗണ്ട് ബിറ്റ്വീൻ ദ മദർ ആൻഡ് ബേബി, അതേ സമയത്ത് തന്നെ മുലയൂട്ടുന്നത് മൂലം ഒരമ്മയും കുഞ്ഞും തമ്മിലുള്ള മാനസികമായിട്ടുള്ള ആ ഒരു ബന്ധം കൂടുതൽ ദൃഢവൽക്കരിക്കും. ഓക്കെ, ബ്രസ്റ്റ് ഫീഡിങ് ക്യാൻ ഹെൽപ്പ് ഡിലേ ഇൻ റിട്ടേൺ ഓഫ് ദ പീരിയഡ്, അതായത് പീരിയഡ്സിന് ഒരു ഡിലേ വരാം. അങ്ങനെ ഡിലേ വരുന്നത് എന്തുകൊണ്ടാണ്? അടുത്ത കുഞ്ഞുണ്ടാവാനുള്ള സമയത്തിൻ്റെ ഗ്യാപ്പ് വർദ്ധിപ്പിക്കുവാനായിട്ട് സാധിക്കും. മെൻ്റൽ ഹെൽത്ത് ക്യാൻ ഇംപ്രൂവ് ഫോർ ബോത്ത് മദർ ആൻഡ് ബേബി, അമ്മയ്ക്കും കുഞ്ഞിനും എന്താണ്
ഈ മാനസിക ആരോഗ്യം കൂടുതൽ നന്നാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും. ബ്രസ്റ്റ് ഫീഡിങ് അല്ലെങ്കിൽ മുലയൂട്ടൽ ക്യാൻ ഹെൽപ്പ് യൂട്രസ് ടു ഗെറ്റ് ബാക്ക് ടു ഇറ്റ്സ് പ്രീ പ്രഗ്നൻസി സൈസ് മോർ ക്വിക്ക്ലി. അതായത് നമ്മൾ മുലയൂട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളുടെ അമ്മയുടെ യൂട്രസ് പ്രഗ്നൻസി, അതായത് പ്രീ പ്രഗ്നൻസി സൈസ്, അതായത് ഗർഭിണി ആവുന്നതിന് മുമ്പുള്ള സൈസിലേക്ക് വരുവാനായിട്ട്, ചുരുങ്ങി വരുവാനുള്ള സാധ്യത കൂടുതലുണ്ട്, അല്ലെങ്കിൽ നന്നായി പെട്ടെന്ന് സാധിക്കും. ബ്രസ്റ്റ് ഫീഡിങ് റിലീസസ് ഓക്സിറ്റോക്സിൻ ഹോർമോൺസ് ദാറ്റ് ക്യാൻ ഹെൽപ്പ് മദർ ടു ഫീൽ കാം ആൻഡ് കണക്റ്റഡ് ടു ബേബി. അതായത് ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കുന്നത് കൊണ്ട് എന്ത് പറ്റും? ഹോർമോൺ ഏതാണ്? ഓക്സിറ്റോക്സിൻ എന്ന ഹോർമോൺ എന്ത് ചെയ്യാം? അമ്മയുടെ ശരീരത്തിൽ നിന്നും എന്ത് ചെയ്യുന്നു? കുഞ്ഞിന് അമ്മയുടെ ശരീരവും കുഞ്ഞിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ഈ ഹോർമോണിൻ്റെ ഫലമായിട്ട് അമ്മയ്ക്ക് കൂടുതൽ ദൃഢമായ ബന്ധം കുഞ്ഞുമായിട്ട് ഉണ്ടാക്കുവാനായിട്ടും സാധിക്കുന്നു. ഇനി അടുത്ത പാർട്ട്, നവജാത ശിശുക്കൾക്ക് നൽകുന്ന പ്രധാന വാക്സിനുകൾ ഏതെല്ലാമാണ്? അവയുടെ സമയക്രമം എങ്ങനെയാണ്? ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, നവജാത ശിശുവിന് നൽകുന്ന പ്രധാന വാക്സിനുകൾ ഏതെല്ലാമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ആർ ദ മെയിൻ വാക്സിൻ, ഏതെല്ലാമാവുന്നു പ്രധാനപ്പെട്ട വാക്സിനുകൾ ഗിവൺ ടു ന്യൂ ബോൺ, അതായത് നവജാത ശിശുവിന് നൽകുന്ന പ്രധാനപ്പെട്ട വാക്സിനുകൾ ഏതെല്ലാമാണ്? വാട്ട് ഈസ് ദ ടൈം ഷെഡ്യൂൾഡ് ഫോർ വാക്സിൻ, ഏതാണ് സമയം ഷെഡ്യൂൾഡ്, സമയക്രമം എങ്ങനെയാണ് വാക്സിനുകൾ കൊടുക്കേണ്ടതിൻ്റെ? വിസിറ്റ് ദ നിയറസ്റ്റ് ഹെൽത്ത് കെയർ സെൻറ്റർ, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും അടുത്തുള്ള ആരോഗ്യ കേന്ദ്രം സന്ദർശിച്ച് നമ്മളോട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? സെൻറ്റർ ചെക്ക് ദ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞ ഒരു ഷെഡ്യൂൾ നമ്മൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ കാണുമ്പോൾ ഒരു കുഞ്ഞിന് കൊടുക്കേണ്ട വാക്സിനുകളെക്കുറിച്ച് വലിയ ഒരു ബോർഡ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. എത്രാം മാസത്തിൽ എപ്പോൾ കൊടുക്കണം, ഏത് വാക്സിൻ കൊടുക്കണം എന്നുള്ളതിനെക്കുറിച്ച്. ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ 5.2 നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ടേബിൾ 5.2 നമ്മളോട് കംപ്ലീറ്റ് ചെയ്യുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ എല്ലാവരെയും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഈ പാഠഭാഗം നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് നിങ്ങൾ ഇനി ഭാവിയിലേക്ക് അമ്മമാരും അപ്പന്മാരും ഒക്കെ ആയിത്തീരുമ്പോൾ ഈ ഷെഡ്യൂളിനനുസരിച്ചായിരിക്കണം നിങ്ങളുടെ കുഞ്ഞിനെ എന്ത് ചെയ്യേണ്ടത്, വാക്സിനേഷൻ കൊടുക്കേണ്ടത്. അതുകൊണ്ട് എല്ലാവരും ഇത് പഠിക്കണം എന്ന് ഞാൻ പ്രത്യേകത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. ഫൈൻഡ് ഔട്ട് ദ ഡിസീസ് വിച്ച് പ്രിവെൻറ്റഡ് ബൈ ഈച്ച് വാക്സിൻ. എന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ടേബിളിൽ തന്നിരിക്കുന്ന ഇത് നമ്മളോട് പഠിച്ച് തയ്യാറാക്കുവാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ നമ്മളോട് കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. എവിടെ ചെന്ന്? നമ്മളുടെ അടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചെന്നിട്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതൊന്ന് വായിച്ചു തരാം, നിങ്ങളൊന്ന് മനസ്സിലാക്കി എടുക്കുക. ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിൽ ഇത് കൂടുതൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ, ഏജ്, അതായത് ഏത് ഏജിലായിരിക്കും ആ കുട്ടികൾക്ക് നൽകേണ്ടതെന്ന്. വാക്സിൻസ് ഗിവൺ, ഏതെല്ലാം വാക്സിനുകളാണ് നൽകുന്നത്. അറ്റ് ബർത്ത്, അതായത് ജനനസമയത്ത് കൊടുക്കുന്ന വാക്സിനുകൾ ഏതെല്ലാം? ബാസില്ലൂസ് ക്ലാമറ്റെജെറിൻ, അതായത് BCG എന്ന് പറയുന്ന വാക്സിൻ കൊടുക്കുന്നു. അതുപോലെ തന്നെ OPV0, അതായത് ഓറൽ പോളിയോ വാക്സിൻ കൊടുക്കുന്നു, ഡോസ് കൊടുക്കുന്നു. ഹെപ്പറ്റൈറ്റിസ് B ബർത്ത് ഡോസ് കൊടുക്കുന്നു. ഓക്കെ, ഇതാണ് അറ്റ് ബർത്ത്, അതായത് ജനനസമയത്ത് കൊടുക്കുന്നത്. ഇനി 6ാമത്തെ ആഴ്ചയിൽ കൊടുക്കുന്നത് എന്താണ്? OPV1 എന്ന വാക്സിൻ കൊടുക്കുന്നു. അതുപോലെ തന്നെ പെൻഡാവാലൻറ്റ് 1 എന്ന വാക്സിൻ കൊടുക്കുന്നു. റൊട്ടാ വൈറസ് വാക്സിൻ, അതായത് RVV1 കൊടുക്കുന്നു. ഫ്രാക്ഷണൽ ഡോസ് ഓഫ് ഇനാക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ FIPV1 കൊടുക്കുന്നു. ന്യൂമോണിക്കൽ കൺജങ്ക്റ്റീവ് വാക്സിൻ PCV1 കൊടുക്കുന്നു. അടുത്ത ഇനി 10ാമത്തെ ആഴ്ചയിൽ എന്താണ് കൊടുക്കുന്നത്? OPV2, അതായത് പെൻഡാവാലൻറ്റ് 2, അതുപോലെ തന്നെ RVV2, ഈ 3 വാക്സിനുകളും കൊടുക്കുന്നു. അതുപോലെ തന്നെ 14ാമത്തെ ആഴ്ചയിൽ കൊടുക്കുന്ന വാക്സിനുകളാണ് OPV3 കൊടുക്കുന്നു, പെൻഡാവാലൻറ്റ് 3 കൊടുക്കുന്നു, FIPV2 കൊടുക്കുന്നു, RVV3 കൊടുക്കുന്നു, PCV2 കൊടുക്കുന്നു. ഇനി 9ാമത്തെ മാസം മുതൽ 12ാമത്തെ മാസം വരെ കൊച്ചിന് കൊടുക്കുന്ന വാക്സിനുകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
മെസാലിസ് റൂബെല്ല അല്ലെങ്കിൽ MR1 കൊടുക്കുന്നു, JE1 കൊടുക്കുന്നു, PCV ബൂസ്റ്റർ ഡോസ് കൊടുക്കുന്നു. ഇനി 16-ാമത്തെ മാസം മുതൽ 24-ാമത്തെ മാസം വരെ ആ കുട്ടിക്ക് കൊടുക്കുന്ന വാക്സിനുകൾ ഏതാണ്? MRV2 കൊടുക്കുന്നു, JE2 കൊടുക്കുന്നു, ഡിഫ്തീരിയ വാക്സിൻ കൊടുക്കുന്നു, പെർസ്റ്റൂസിസ് ആൻഡ് ടെറ്റനസ് വാക്സിൻ കൊടുക്കുന്നു, അതായത് DPT എന്ന് പറയുന്നു, ബൂസ്റ്റർ ഡോസ് 1 കൊടുക്കുന്നു, OPV ബൂസ്റ്റർ കൊടുക്കുന്നു. ഇനി 5-ാമത്തെ വയസ്സ് മുതൽ 6-ാമത്തെ വയസ്സ് വരെ കൊടുക്കുന്ന വാക്സിനാണ് DPT ബൂസ്റ്റർ 2 കൊടുക്കുന്നു. 10-ാമത്തെ വയസ്സിൽ കൊടുക്കുന്ന വാക്സിനാണ് ടെറ്റനസ് ആൻഡ് അഡൽട്ട് ഡിഫ്തീരിയ കൊടുക്കുന്നു. 11-ാമത്തെ വയസ്സിൽ TD കൊടുക്കുകയാണ് ചെയ്യുന്നത്, അതായത് ടെറ്റനസിന് കൊടുക്കുന്നു. ഇനി പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു അമ്മയ്ക്ക് കൊടുക്കുന്ന വാക്സിനുകൾ ഏതാണ്? TD ടെറ്റനസ് കൊടുക്കുന്നു, TD1, TD2 ഓർ TD ബൂസ്റ്റർ ഡോസ്, ഇങ്ങനെയാണ് കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കെല്ലാവർക്കും നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ മനസ്സിലായെന്ന് തോന്നുന്നു. ഇത് നിങ്ങളെല്ലാവരും നന്നായിട്ട് കാണാപ്പാഠം പഠിച്ചു വെക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഭാവിയിൽ നിങ്ങൾ അമ്മമാരും അപ്പന്മാരും ആകുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടതാണ് ഈ വാക്സിൻ. അത് കാരണം കൊണ്ട് ഈ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചിരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് പോവുകയാണ്.